അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്ക് വീഡിയോ ആണ്. അല്പം സ്പൈസിയും അതുപോലെ തന്നെ അല്പം മധുരത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു ബൾബ് വെളുത്തുള്ളിയും 2 ചെറിയ പീസ് ഇഞ്ചിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇടിക്കല്ലിൽ ഇത് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഗ്രൈൻഡറിൽ അരക്കാതെ നോക്കണം, കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇടിക്കല്ലിൽ ചതച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇടിക്കല്ലിലാവുമ്പോൾ ഇതുപോലെ ചതച്ച് എടുക്കണം. അപ്പം കൂടുതൽ അരഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി നമുക്കിത് എടുത്തൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതിനുശേഷം നമുക്കൊരു 3 മീഡിയം സൈസ് സവാളയും ഒരു 10-25 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 2 തക്കാളി മീഡിയം സൈസ് എടുക്കുക. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒന്ന് എടുത്തത്. ഇത് കറിക്ക് നല്ല എരിവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പകുതി എടുത്താലും മതിയാവും കേട്ടോ. ഇനിയൊരു കുക്കർ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു പീസ് പട്ടയും 3 ഏലക്ക 3-4 ഗ്രാമ്പു ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചുവന്ന് വരുന്ന ടൈമിൽ നമുക്കതിലോട്ട് അരിഞ്ഞ് വെച്ച സവാളയും ചെറുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നമ്മളിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി 2 എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം. അതിനുശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം കേട്ടോ. ലോ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലോട്ട് മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ തന്നെ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം എരിവുണ്ടായിരുന്നു കേട്ടോ. ഇനി എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് മസാലയുടെ കാശ്മീരി മസാലയും ചിക്കൻ മസാലയുടെയും അളവൊന്ന് കുറച്ചെടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം കുതിർത്തി വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസിൻ്റെ മുകളിലോട്ടായിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ തുറക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കൂടുതൽ വെന്തുടയുണ്ട് കേട്ടോ, കുക്കായി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെച്ച ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ കറിക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ, ഗ്രീൻ പീസിന് അതുപോലെ തന്നെ മുട്ടക്കറിക്കൊക്കെ. ഇനി അതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാക്കുന്ന ടൈമിൽ. ഇനി ഇത് താളിക്കാനായിട്ട് മാത്രം 1 ടേബിൾ സ്പൂണ് ഓയിലല്ല വെളിച്ചെണ്ണ ഉണ്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുള്ളി ഒരു 4-5 അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വേപ്പിലയും ചുവന്ന മുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഉണ്ടാവുക. എരിവുണ്ട് കേട്ടോ. എരിവ് വേണ്ടാത്തവർക്ക് മസാലയുടെ ആ ഒരു അളവ് കുറച്ചാൽ മതി. പിന്നെ ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി തന്നെ ഒരു 2.5 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിലിപ്പം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാല ചേർക്കുന്നത് കൊണ്ടാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ മാത്രം മല്ലിപ്പൊടിയുടെ അളവ് അല്പം കൂട്ടി കൊടുക്കുക, ഗരം മസാലപ്പൊടി അല്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സ്പൈസിയാണ്, അല്പം മധുരവും ഉണ്ട് കേട്ടോ. പൊറോട്ടയിൽക്കും ചപ്പാത്തികൾക്കും നല്ല ടേസ്റ്റാണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.